നിയമസഭയിൽ ഇടുക്കി പരുന്തുംപാറ കയ്യേറ്റം ചർച്ചയായി. ആ വാർത്തയിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി പോകുന്നു. പരുന്തുംപാറയിൽ കയ്യേറ്റമുണ്ടെന്ന വിവരം അറിഞ്ഞപ്പോൾ തന്നെ കളക്ടറോട് റിപ്പോർട്ട് തേടിയെന്നും കർശന നടപടിയെടുത്തുമെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു. എല്ലാ കയ്യേറ്റങ്ങൾക്കുമെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് മന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതിലേക്ക്. പരുന്തുംപാറയിൽ കയ്യേറ്റം ഉണ്ടെന്ന വാർത്ത വന്നതിനെ തുടർന്ന് അടിയന്തരമായ റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടു. അവിടെ നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ടു. സാർ, ഈ ഗവൺമെന്റ് കയ്യേറ്റത്തിനെതിരായിട്ടുള്ള നടപടിയുടെ ഭാഗമായിട്ടാണ് ആ സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലത്ത് മാർച്ച് 7 മുതൽ മെയ് 2 വരെ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചുകൊണ്ടുള്ള ഉത്തരവുണ്ടായിട്ടുണ്ട്. സാർ, നിരോധനാജ്ഞ ലംഘിച്ച 7 പേർക്കെതിരെ ഇതിനകം ക്രിമിനൽ കേസുകൾ നടപ്പിലാക്കി കഴിഞ്ഞു. സാർ, ഇടുക്കിയിൽ ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയാണ് കയ്യേറിയതെന്നും സർക്കാർ നടപടിയെടുക്കുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കുറ്റപ്പെടുത്തി. ഇടുക്കി ജില്ലയിൽ ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കയ്യേറ്റം നടത്തിയിട്ടുണ്ട്. പരുന്തുംപാറ, വാഗമൺ പ്രദേശങ്ങളിലെ കയ്യേറ്റം സർ 2022 മുതൽ വില്ലേജ് ഓഫീസർ, താലൂക്ക് സർവേയർ അടക്കമുള്ള ആളുകൾ പീരുമേട് തഹസിൽദാർക്ക് നിരവധി റിപ്പോർട്ടുകൾ കൊടുത്തിട്ടും സർ ഒരു നടപടി പോലും സ്വീകരിച്ചില്ല. ഒരു നടപടി പോലും. കയ്യേറ്റ ലോബിക്ക് സർക്കാരിന്റെ പിന്തുണയുണ്ട് എന്നായിരുന്നു മാത്യു കുഴൽനാടന്റെ ആരോപണം. ഈ വ്യാപകമായ കയ്യേറ്റം സംബന്ധിച്ച് നിരവധി റിപ്പോർട്ടുകൾ പീരുമേട് തഹസിൽദാർക്ക്, വില്ലേജ് ഓഫീസറും താലൂക്ക് സർവേയറും നൽകിയെങ്കിലും ഒരു നടപടി ഉണ്ടായില്ല. സാർ, ഈ വ്യാജ പട്ടയങ്ങൾ ഉണ്ടാക്കുകയും ക്രയവിക്രയം അഭംഗുരം നടക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അതിൻ്റെ അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതിന് പിന്നിൽ വലിയൊരു ലോബി പ്രവർത്തിക്കുന്നുവെന്നും ആ ലോബിക്ക് ഈ സർക്കാരിൻ്റെ ശക്തമായ പിന്തുണ ലഭിക്കുന്നുവെന്നും. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇതുപോലെ റിപ്പോർട്ടുകൾ വന്നിട്ട് സമയത്ത് ഇത് ഒഴിപ്പിക്കാൻ കഴിയാവുന്നത്? ഇടുക്കിയിലെ കയ്യേറ്റത്തിൽ നടപടിയെടുക്കുന്നില്ലെന്നാരോപിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. 24 ആണ് പരുന്തുംപാറ കയ്യേറ്റം പുറത്തു കൊണ്ടുവന്നത്. ശ്രീജിത്ത് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, നേരത്തെ നമ്മൾ ഈ വാർത്ത നൽകുമ്പോൾ അതിൽ ചർച്ച പുരോഗമിക്കുകയായിരുന്നു. ഇപ്പോൾ പ്രതിപക്ഷം ഇറങ്ങിപ്പോയിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ വാർത്തയാണ് വരുന്നത്. പരുന്തുംപാറ കയ്യേറ്റം, അതിന്റെ പശ്ചാത്തലത്തിൽ ഇടുക്കിയിൽ ആകമാനം നടക്കുന്ന കയ്യേറ്റങ്ങൾ, അതാണോ ഇന്ന് നിയമസഭയിൽ ചർച്ചയായത്? അനുജ, ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ പരുന്തുംപാറ കയ്യേറ്റം മുൻനിർത്തിയാണ് പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കാൻ ശ്രമിച്ചത്. മറുപടി നൽകിയ റവന്യൂ മന്ത്രി ഇടുക്കി ജില്ലയിൽ കയ്യേറ്റമില്ല എന്ന് താൻ പറയുന്നില്ല എന്ന കാര്യം വ്യക്തമാക്കി. എന്നാൽ കയ്യേറ്റക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കും, അക്കാര്യത്തിൽ സർക്കാരിന് മുഖം നോക്കുകയില്ല. അത് ഇടുക്കി ജില്ലയിലെ മുഴുവൻ കയ്യേറ്റക്കാരെയും ഒഴിപ്പിക്കുന്നതിനായി ഒരു പ്രത്യേക സംഘത്തെ നിയോഗിക്കുന്ന കാര്യം സർക്കാരിൻ്റെ പരിഗണനയിലാണെന്നും റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു. പരുന്തുംപാറ ഭൂമി കയ്യേറ്റം വിഷയം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ കളക്ടറോട് റിപ്പോർട്ട് തേടി. ഇതിൻ്റെ ഭാഗമായി കർശനമായ നടപടി സ്വീകരിച്ചു. അതോടൊപ്പം തന്നെ ചൊക്രമുടി കയ്യേറ്റവുമായി ബന്ധപ്പെട്ടും 4 പട്ടയങ്ങൾ റദ്ദാക്കിക്കൊണ്ടുള്ള നടപടിയിലേക്കാണ് സർക്കാർ പോയത്. ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല എന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്. എന്നാൽ ഇടുക്കിയിൽ കയ്യേറ്റക്കാർ സ്വൈര്യവിഹാരം നടത്തുകയാണ് എന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആരോപിച്ചു. ആയിരക്കണക്കിന് സർക്കാർ ഭൂമിയാണ് ഇത്തരത്തിൽ നഷ്ടപ്പെടുന്നത്. എന്നാൽ രാഷ്ട്രീയ സമ്മർദ്ദം മൂലം സർക്കാരിന് ചെറുവിരൽ അനക്കാൻ പോലും കഴിയുന്നില്ല. അത്രയ്ക്ക് നിസ്സഹായമായ അവസ്ഥയാണ് അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക്. ഉദ്യോഗസ്ഥരുടെ പിന്തുണയും ഇക്കാര്യത്തിലുണ്ടെന്ന് CPI നേതാക്കൾ തന്നെ പറയുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചു. എന്തായാലും സർക്കാർ വിഷയം ചർച്ച ചെയ്യാത്തതിലും നടപടിയെടുക്കാത്തതിലും പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഇടുക്കി പരുന്തുംപാറ കയ്യേറ്റം പുറത്തു കൊണ്ടുവന്നത് 24 ആണ്. ഇന്ന് ആ വിഷയം നിയമസഭയിൽ ചർച്ചയായി. കൂടാതെ ഇടുക്കി ജില്ലയിൽ ആകെ നടക്കുന്ന കയ്യേറ്റങ്ങൾ, തുടർന്ന് സർക്കാരിന്റെ ഈ വിഷയത്തിലുള്ള നിലപാടിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭ ബഹിഷ്കരിച്ചു.